തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതോടെ പ്രചാരണ രംഗത്ത് കൂടുതൽ സജീവമായി ഇടതുമുന്നണി. ആറ്റിങ്ങൽ, ആലപ്പുഴ, എറണാകുളം, കോഴിക്കോട് മണ്ഡലം കൺവെൻഷനുകൾ ഇന്ന് നടക്കും. 14-ാം തീയതിയോടെ കൺവെൻഷനുകൾ പൂർത്തിയാക്കി തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ രണ്ടാം ഘട്ടത്തിലേക്ക് കടക്കാനാണ് ഇടതുമുന്നണിയുടെ തീരുമാനം. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കും മുമ്പ് തന്നെ സ്ഥാനാർത്ഥികളെ തീരുമാനിച്ച് മറ്റു മുന്നണികളെക്കാൾ ഒരുപടി മുന്നിലെത്തിയ ഇടതുമുന്നണി ഈ ആഴ്ചയോടെ 20 മണ്ഡലങ്ങളിലെയും കൺവെൻഷനുകൾ പൂർത്തിയാക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഇന്ന് വൈകിട്ട് ആറ്റിങ്ങൽ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി എ സമ്പത്തിന്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. ആലപ്പുഴയിൽ എ മാരിഫിന്റെ കൺവെൻഷൻ വി എസ് അച്യുതാനന്ദനാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. എറണാകുളത്ത് പി രാജീവിന്റെ മണ്ഡലം കൺവെൻഷൻ എം എ ബേബിയും കോഴിക്കോട് എ പ്രദീപ് കുമാറിന്റെ എം പി വീരേന്ദ്രകുമാറും ഉദ്ഘാടനം ചെയ്യും. UDF സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കും മുമ്പ് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ആദ്യഘട്ടം പൂർത്തിയാക്കാനാണ് ഇടതുമുന്നണി തീരുമാനം. കാസർഗോഡ്, കണ്ണൂർ, വടകര, ആലത്തൂർ, ചാലക്കുടി, കോട്ടയം, പത്തനംതിട്ട, മാവേലിക്കര, കൊല്ലം കൺവെൻഷനുകൾ നാളെ നടക്കും. വടകരയിൽ പി ജയരാജന്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണനാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. തിരുവനന്തപുരം മണ്ഡലം കൺവെൻഷൻ 13-ന് മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യും. ഇടതുമുന്നണിയുടെ 20 സ്ഥാനാർത്ഥികളും രാവിലെ മുതൽ മണ്ഡലങ്ങളിൽ സജീവമായിരുന്നു. മീഡിയ 1 തിരുവനന്തപുരം.